കഷ്ടതയല്ല ഒരു വ്യക്തികളെയും ബലപ്പെടുത്തുന്നത്. പിന്നെ ആരാണ്? സർവശക്തനായ ദൈവമാണ്. ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ദൈവ പൈതലിന് ഉണ്ടായ അതേ കഷ്ടത ദൈവത്തെ ലഭിക്കാത്ത അറിയാത്ത ഒരുവന് ഉണ്ടായാൽ അവൻ അതിൽ തകർന്നു. ഹലോ, ദൈവ പൈതലിന് ഉണ്ടായ പ്രശ്നം അതുപോലെ ദൈവത്തെ അറിയാത്ത ഒരാളിന് സെയിം പ്രശ്നം വന്നാൽ അയാൾ അതിൽ തകർന്നു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു. ഗൾഫിൽ ഒരു ദൈവദാസൻ ശുശ്രൂഷയ്ക്ക് പോയി. ശുശ്രൂഷയ്ക്ക് പോയപ്പോ അവർ 2 പേർ ചേർന്ന്, അവിടെ 2 വ്യക്തികൾ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി. ബിസിനസ് പൊട്ടുമെന്ന് ഉറപ്പായപ്പോ കൂടെ നിന്നവൻ എസ്കേപ്പായി നേരെ നാട്ടിൽ വന്നു. പക്ഷേ ഒരുവന് വരാൻ പറ്റിയില്ല. അവൻ ഗവൺമെന്റിന്റെ പിടിയിലായി. അവന് ആ കടബാധ്യതകൾ മുഴുവനും തീർക്കാതെ ആ വ്യക്തിക്ക് പുറത്തു വരാൻ കഴിയില്ല. അവരുടെ വിസ കിട്ടുകയില്ല, പാസ്പോർട്ട് കൈകളിൽ കിട്ടുകയില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദൈവദാസൻ വിദേശ രാജ്യത്ത് ശുശ്രൂഷിക്കാൻ പോയി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ വ്യക്തി ആരോ പറഞ്ഞറിഞ്ഞു വന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തി ദൈവദാസൻ പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങിപ്പോയി. ദൈവദാസന് ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് അതേ ഇടത്തേക്ക് അതേ ദൈവദാസൻ ശുശ്രൂഷയ്ക്ക് മറ്റൊരു ദിവസം അവിടെ കടന്നു ചെന്നപ്പോ അന്ന് പ്രാർത്ഥിച്ചു വിട്ട ആ ബിസിനസ് തകർന്ന് തരിപ്പണമായി പോയ വ്യക്തി അദ്ദേഹത്തെ കാണാൻ വീണ്ടും വന്നു. വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഞാൻ പോയി. പിന്നെ ഞാൻ കാണുന്നത് മുഴുവനും അത്ഭുതങ്ങളായിരുന്നു. ആ അത്ഭുതങ്ങൾ ഇതാ, കൊടുക്കാനുള്ള ഒരുപാട് പേര് അയാൾക്ക് പൈസ മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. വർക്ക് തരികയില്ല എന്ന് പറഞ്ഞ പല വ്യക്തികളും വർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ വ്യക്തി വീണ്ടും വർക്കുകൾ ആരംഭിച്ചു. ജോലിക്കാരെ വെച്ച് പണി നടത്തി. ആ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ തീർത്തു. അയാൾ രക്ഷപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ, അവൻ നാട്ടിലേക്ക് പോയ ഒരുവൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ അവിടെ അവന് സാമ്പത്തികമായി തകർന്ന് നിന്നതിനാൽ ഒന്നും ഇവിടുന്ന്, കാരണം തന്റെ കരങ്ങളിലുള്ളതെല്ലാം ചെലവായി കഴിഞ്ഞു. പിന്നെ ആ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ വന്നപ്പോ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. നാട്ടിലേക്ക് പോയവൻ, ദൈവത്തെ അറിയാത്തവൻ സൂയിസൈഡ് ചെയ്തു. അവിടെ തടങ്കലിൽ പിടിക്കപ്പെട്ടവൻ, പുറത്തേക്ക് തിരിച്ചു മടങ്ങി വരാൻ കഴിയാതെ ഗവൺമെന്റ് അവനെ പിടിച്ചു നിർത്തിയവൻ, അവൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ ബിസിനസ് വീണ്ടും മടങ്ങി വന്നു. ബിസിനസ് ചെയ്യാനുള്ള കൃപ കർത്താവ് കൊടുത്തു. വഴികളെ തുറന്നു. വഴി തുറക്കുന്നവനായ എന്റെ ദൈവം, അനുഗ്രഹം കൊടുക്കുന്നവനായ എന്റെ ദൈവം, രക്ഷ നൽകുന്നവനാ എന്റെ ദൈവം. ആ രക്ഷകനായ സർവശക്തനായ ദൈവത്തെ അവിടെ വെച്ച് അറിഞ്ഞ അവൻ വീണ്ടും ബിസിനസ് പുനരാരംഭിക്കുവാൻ കൃപ ലഭിച്ചു. അവൻ ബിസിനസ് ആരംഭിച്ചു. കടബാധ്യതകളെല്ലാം മാറി. അവൻ പിറ്റേ പ്രാവശ്യം ആ ദൈവദാസനെ കാണാൻ വന്നപ്പോ വലിയ സന്തോഷത്തിലാണ് വന്നേ. എന്നെ യേശു അനുഗ്രഹിച്ചു. സഹോദരങ്ങളെ, അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഒരിക്കലും ഒരു കഷ്ടതയല്ല ഒരു മനുഷ്യനെയും അനുഗ്രഹത്തിലേക്ക്, വളർച്ചയിലേക്ക് എത്തിക്കുന്നത്. കഷ്ടതയുടെ നടുവിൽ സർവശക്തനായ ദൈവമാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക്, വളർച്ചയിലേക്ക് എത്തിക്കുന്നത്. ദൈവമുള്ള നീ തകരുകയില്ല. ദൈവമുള്ള നീ പരാജയപ്പെടുകയില്ല. ദൈവമുള്ള നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവമുള്ള നീ ഉയർച്ച തന്നെ പ്രാപിക്കും. താഴ്ച പ്രാപിക്കുകയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമുള്ളതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ പിന്നിലെ രഹസ്യം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. പലരും പ്രസംഗിക്കുമ്പോൾ പറയുന്ന പ്രസംഗ വിഷയമാണ് കുശവൻ. കുശവൻ പാടത്ത് പോയി, നിലത്തിൽ പോയി ചേറ് മണ്ണ് കൊണ്ടുവന്ന് അതിനെ അവന്റെ കൈക്കിണങ്ങുന്ന രീതിയിൽ അവൻ അതിനെ മയപ്പെടുത്തി ഇതിനെ ഒരു രൂപമുണ്ടാക്കി ഇതിനെ തീച്ചുളയുടെ അനുഭവത്തിലേക്ക് കടത്തിവിടും. എന്ന് പറഞ്ഞാൽ തീയിലേക്ക് വെക്കും. അപ്പൊ തീയിൽ വെച്ച് കഴിയുമ്പോഴാണ് ഇത് ഉണങ്ങി നല്ല ഒരു ബലമുള്ള പാത്രമാക്കി പുറത്തു വരുന്നത്. എന്നാൽ ഈ കളിമൺ പാത്രത്തെ
സാധാരണ ഒരു വെയിലത്ത് വെച്ച്, സാധാരണ സൂര്യന്റെ കീഴെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷമായാലും, എത്ര ചൂട് അതിനകത്ത് സൂര്യന്റെ ചൂട് തട്ടിയെന്ന് പറഞ്ഞാലും, അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ വീണ്ടും അത് പഴയ അവസ്ഥയിലായി പോകും. പക്ഷെ തീച്ചുളയുടെ അകത്ത് കയറ്റിയതിന് ശേഷം അത് പുറത്ത് എടുക്കുമ്പോൾ പിന്നെ അതിന്റെ അകത്ത് എത്ര വെള്ളം ഒഴിച്ചാലും അത് ചോരുകയില്ല, ആ പാത്രം പൊടിഞ്ഞു പോവുകയില്ല. അപ്പൊ എല്ലാവരും പറയുന്ന, അപ്പൊ തീച്ചുളയുടെ അനുഭവത്തിലൂടെ പോയത് കൊണ്ടല്ലേ അത് കട്ടിയുള്ളതായി തീർന്നേ എന്ന് നമുക്ക് ചോദിക്കാം. തീച്ചുളയുടെ അകത്ത് കയറിയത് കൊണ്ടാണ് കട്ടിയായത്, അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ടല്ല അതൊരു പാത്രമായി പുറത്തു വന്നേ. കൃത്യസമയത്ത് ആ കുശവൻ ആ പാത്രത്തെ ആ തീയിൽ നിന്നും പുറത്തെടുത്തത് കൊണ്ടാണ് അത് നല്ലൊരു പാത്രമായി പുറത്തു വന്നത്. ആ തീക്കകത്ത് നിന്നും തക്ക സമയത്ത് എടുത്തു മാറ്റുവാൻ ഒരു കുശവൻ ഉള്ളത് കൊണ്ടാണ് അത് നല്ലൊരു പാത്രമായി പുറത്തു വന്നത്. ഉദാഹരണം പറയാം. നിങ്ങൾ തന്നെ ഒരു മൺപാത്രം എടുക്കുക, അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കരുത്. നിങ്ങൾ തീയിലോട്ട് വെച്ച്, അടുപ്പിലോട്ട് വെച്ച് തീയിടുക, കുറെ അധിക സമയം ചൂട് പിടിപ്പിക്കുക. കുറെ സമയം കഴിയുമ്പോൾ ഇത് എന്നാ സംഭവിക്കും? ഇത് പൊട്ടിപ്പോകും. പക്ഷേ ഒരു മിനിമം ചൂട് പിടിച്ച് കഴിയുമ്പോൾ ഇതിനെ ഒരു പുറത്തെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവുകയില്ല. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോ ഈ തീയാണോ, ഈ പ്രശ്നമാണോ ഒരു വ്യക്തിയെ ബലപ്പെടുത്തുന്നേ? അല്ല. അതിൽ നിന്നും വിടുവിക്കുവാൻ ഒരുവൻ ഉള്ളതാണ് ഒരുവന്റെ ബലം. എന്റെയും നിങ്ങളുടെയും ബലം എന്ന് പറയുന്നത് ഏത് പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും അതിൽ നിന്നും പുറത്തെടുക്കുവാൻ ഒരു ദൈവമുണ്ട്, അതിൽ നിന്നും രക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഏത് പ്രശ്നം സാത്താൻ എന്നെയും നിങ്ങളെയും തകർക്കുവാൻ മുന്നിൽ കൊണ്ടുവന്നാലും, അല്ലെങ്കിൽ കുടുംബത്തിൽ കൊണ്ടുവന്നാലും, നമ്മളായിരിക്കുന്ന ഇടത്ത് കൊണ്ടുവന്നാലും, അതിൽ നിന്നും പുറത്തെടുക്കുവാൻ, അതിൽ നിന്നും വിടുവിച്ച് പുറത്തെടുക്കുവാൻ ഒരു സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ് എന്റെയും നിങ്ങളുടെയും വിജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഒരിക്കലും ഒരു കഷ്ടതയ്ക്ക്, തീയുടെ സ്വഭാവം എന്നാ, എന്തോ അതിലോട്ട് കിട്ടിയാലും അതിനെ കരിച്ചു കളയും, അതിനെ ഇല്ലാതെയായി കളയും. ഹല്ലേലൂയ. ഇപ്പൊ നമുക്കറിയാം, 3 ചെറുപ്പക്കാരെ കുറിച്ച് ഞാൻ എന്ന് പ്രസംഗിച്ചാലും അത് എന്റെ വായിൽ വരും ആ വചനം. 3 ചെറുപ്പക്കാർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്, ഈ 3 ചെറുപ്പക്കാരെയും എടുത്ത് തീച്ചൂളയുടെ നടുവിലിട്ടു, തീച്ചൂളയിലേക്ക് ഇട്ടു. പക്ഷെ ഈ തീച്ചൂളയിൽ ഇതിനും തീയുടെ സ്വഭാവം എന്നാ, എന്തോ തീയിലിട്ടാലും തീ അതിനെ കരിച്ചു കളയും. ഈ 3 ചെറുപ്പക്കാരെ എടുത്തുകൊണ്ടുപോയവർ ആ തീ പതിവിലും അധികം ഇരട്ടിയായി ചൂട് പിടിപ്പിച്ച തീച്ചൂളയുടെ ചൂട് തട്ടി എടുത്തുകൊണ്ടുപോയവർ, എന്റെ ചിന്തയിൽ നിന്ന് പറയണമെങ്കിൽ അതിന്റെ മണം തട്ടിയപ്പോ കരിഞ്ഞുപോയി. അപ്പൊ തീയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതിലേക്ക് എന്ത് വീണാലും അതിനെ കരിച്ചു കളയും. തീയാണോ അതിനകത്ത് വീഴുന്നതിനെ അത് കരിച്ചിരിക്കും, അതിനെ നശിപ്പിച്ചിരിക്കും. ഹലോ. എന്നാ പിന്നെ ആ ഇരുമ്പ് ഒരു സമയത്തിൽ കൂടുതൽ അങ്ങോട്ടൊന്ന് വെച്ചു നോക്കിയേ, കുറച്ച് കഴിയുമ്പോൾ അത് ഉരുവിയണം. ഒരു പരിധിയിൽ കഴിഞ്ഞ് ചൂടായാൽ അത് ഉരുവും. ഹലോ. അപ്പൊ തീയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് നശിപ്പിക്കും. പ്രതികൂലം എന്ന് പറയുന്നത് ഏതൊരുവനെയും നശിപ്പിക്കും. പ്രതികൂലം എന്ന് പറഞ്ഞാൽ തന്നെ അത് അനുകൂലമല്ലാത്തത് കൊണ്ടാണ് അതിനെ പ്രതികൂലം എന്ന് പറയുന്നത്. അനുകൂല സാഹചര്യം അല്ലാത്ത സാഹചര്യത്തെ നോക്കിയിട്ടാണ് പറയുന്നത് പ്രതികൂല സാഹചര്യമെന്ന്. കാരണം ഒരുവനെ തകർക്കുവാൻ മാത്രമേ പ്രതികൂലത്തിന് കഴിയൂ. ഈ തീയുടെ സ്വഭാവം അത് അതിലേക്ക് ഇട്ടാലും അതിനെ നശിപ്പിക്കും. പക്ഷേ ഈ ചെറുപ്പക്കാരെ എടുത്തു കൊണ്ടുപോയവർ തീയുടെ മണം തട്ടിയപ്പോൾ കരിഞ്ഞുപോയി. പിന്നിൽ കാരണം ഒന്നേ ഉള്ളൂ, അവനെ ദൈവം അറിഞ്ഞില്ല. കുറച്ചുകൂടി കയറി പറഞ്ഞാൽ അവരുടെ കൂടെ, ആ കരിഞ്ഞുപോയി എന്ന് പറയുന്ന ഈ ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ എടുത്തു കൊണ്ടുപോയവരുടെ കൂടെ സർവശക്തനായ ദൈവം ഇല്ലായിരുന്നു. സർവശക്തനായ ദൈവം ഇല്ലായിരുന്നു. പക്ഷെ ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും ആ തീച്ചുളയിൽ തന്നെയാണ് അവരെയും വിട്ടത്. അതേ അനുഭവത്തിൽ തന്നെയാണ് അവരെയും വിട്ടത്. എടുത്തുകൊണ്ടുപോയവർക്കുണ്ടായ അതേ അനുഭവം അതേ എടുത്തുകൊണ്ടുപോയവർ വീണ കരിഞ്ഞുപോയ അതേ തീയിലേക്ക് തന്നെയാണ് അവരെ വിട്ടത്. പക്ഷെ ഈ 3 ചെറുപ്പക്കാർക്കൊന്നും പറ്റിയില്ല. അവർ ആ തീച്ചൂളയുടെ നടുവിലൂടെ നടക്കുകയാണ്. രാജാവ് നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു. അടുത്തിരിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മൾ 3 പേരെ അല്ലയോ ഇട്ടേ? അതെ. സംശയമൊന്നുമില്ലല്ലോ, 3 പേരല്ലേ ഇട്ടോളൂ? അതെ.
ഉറപ്പാണോ? അതെ. വേണമെങ്കിൽ CCTV ഒന്ന് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തു, തന്നെന്നേ. ഹലോ, അന്ന് CC ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെക്ക് ചെയ്തന്നെ. ശരിയാണല്ലോ, 3 പേരെ ഇട്ടിട്ടുള്ളല്ലോ. എടാ, ഇത് 4 പേരുണ്ട്, അതിൽ ഒരുവന്റെ രൂപം ഒരു ദൈവത്തിന്റെ ദൂതനെ പോലെയാ. ഹലോ, ഒരുവന്റെ രൂപം ഒരു ദൈവദൂതനൊത്തവണ്ണം, ദൈവദൂതനെ പോലെ. കുഞ്ഞെ, ദൈവദൂതനെ പോലെയല്ല, അത് ദൈവത്തിന്റെ ദൂതൻ തന്നെ. ഹലോ, ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ട് ആ 3 ചെറുപ്പക്കാർക്ക് ഒന്നും സംഭവിക്കാഞ്ഞേ? ഒന്നേ ഉള്ളു കാര്യം, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഒരു പ്രതികൂലവുമല്ല എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുന്നത്. അതിന്റെ നടുവിൽ നിന്നും എടാ, ഏത് വന്നാലും നിന്നെ നിർത്താൻ ഞാനുണ്ട് എന്ന ഉറപ്പോടെ എന്റെയും നിങ്ങളുടെയും കരം പിടിച്ച് ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമാ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുന്നത്. വെറുതെ കൊണ്ട് ചെന്ന് കഷ്ടതയ്ക്കും ബുദ്ധിമുട്ടിനും ദാരിദ്ര്യത്തിനും പ്രയാസത്തിനും ഒന്നും കൊണ്ട് മഹത്വം കൊടുത്തു കളയില്ല. വചനം പറയുന്നത്, എന്റെ മഹത്വം മറ്റൊരുത്തനും ഒരു വിഗ്രഹങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. പറയും, ആ കഷ്ടത വന്നതുകൊണ്ടാ ഞാൻ ഈ ശുശ്രൂഷയിൽ ഇത്ര ഉയർന്നേ. ആവശ്യമില്ലാതെ കൊണ്ടു ചെന്ന് നീ മഹത്വം കഷ്ടതയ്ക്ക് കൊടുക്കരുത്. കാരണം കഷ്ടതയല്ല നിന്നെ, കഷ്ടതയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് കഷ്ടപ്പെടുത്തുക എന്നത് തന്നെയാണ് കഷ്ടതയുടെ സ്വഭാവം. പക്ഷെ ആ കഷ്ടതയിൽ നിന്ന് നിന്നെ വിടുവിച്ച് കഷ്ടതയിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് കയറ്റി നിർത്തുവാൻ നിനക്കൊരു സ്വർഗത്തിലെ അപ്പ ഉള്ളതാ നിന്റെ അനുഗ്രഹം. നിനക്കൊരു ദൈവം ഉള്ളതാവും നിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ മഹത്വം മറ്റൊരുത്തനും ഒരു കഷ്ടതയ്ക്കും ഒരു പട്ടിണിക്കും ഒരു ദാരിദ്ര്യത്തിനും വിട്ടുകൊടുക്കരുത്. സുഖരാജേ, ഹല്ലേലൂയ. നിന്റെ മഹത്വം, നിന്നെ ഉയർത്തിയത് സർവശക്തനായ ദൈവമാ. നിനക്കുണ്ടായ കഷ്ടതയല്ല, ജയിൽ ജീവിതമല്ല, പാപജീവിതമല്ല നിന്നെ ഉയർത്തിയത് സർവശക്തനായ ദൈവമാ. എന്നെയും നിങ്ങളെയും ഉയർത്തിയത് ഇന്ന് ഇവിടെ വരെ മാനിച്ച് നിർത്തിയിരിക്കുന്ന സർവശക്തനായ ദൈവമാ. ഒരു കഷ്ടതയോ ഒരു ബുദ്ധിമുട്ടോ ഒരു ദാരിദ്ര്യമോ ഒരു പ്രയാസമോ ഒരു തിന്മയോ ഒരു ദുർസ്വഭാവമോ ഒന്നും അല്ല എന്നെ ഉയർത്തിയത് സർവശക്തനായ ദൈവമാ. എന്റെ മുന്നിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ഏതെല്ലാം കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ വന്നാലും അതിലൊന്നും പെടാതെ വീഴാതെ വിടുവിച്ച് ഉയർത്തി മാനിച്ച് നിർത്തുവാൻ ഒരു ദൈവം എനിക്കുള്ളതാണ് എന്റെ വിജയം.